بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തഖികളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നേർക്കാഴ്ചകളായി നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ മരണമാസന്നമാകുന്ന സമയത്ത് മക്കളെയും പേരമക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആ മരണസമയത്ത് അല്ലെങ്കിൽ ആ ഉപ്പ ആ ഉമ്മ മക്കളോട് ചില വസിയ്യത്തുകൾ നടപ്പിലാക്കാറുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും നിങ്ങൾ 5 പേരും പിണങ്ങരുത്, എൻ്റെ സമ്പത്തിൽ നിന്ന് ഇന്ന ചില ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ കൊടുക്കണം. പലപ്പോഴും നമ്മളത് കാണാറും കേൾക്കാറുമുണ്ട്. പല ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലും പെട്ട് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, അവരും മരണമാസന്നമാകുമ്പോൾ അവരുടെ ചെറിയ മക്കൾ വളർന്നു വന്നിട്ടില്ല, ചെറിയ കുട്ടികളാണ്. അവരുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും അനുജനെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ കണ്ണടഞ്ഞു പോയാലും എൻ്റെ കുട്ടികളെ നിങ്ങളൊന്ന് നോക്കണം, എൻ്റെ കുടുംബത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പലപ്പോഴും പറയുന്നത് നമ്മളൊക്കെയും കേട്ടിട്ടുണ്ട്. മരണമാസന്നമാകുന്ന സമയത്ത് ഇത്തരണത്തിൽ ചില വസിയ്യത്തുകൾ, ചില ഉപദേശങ്ങൾ നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ വചനത്തിലൂടെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന മഹാനായ ഒരു സാത്വികനായ ഒരു പ്രവാചകൻ യാക്കൂബ് അലൈഹിസ്സലാം മരണമാസന്നമായ സമയത്ത് അദ്ദേഹത്തിന് 12 മക്കളും പേരമക്കളുമൊക്കെയുണ്ട്. ഈ മക്കളും പേരമക്കളുമൊക്കെ കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം അവസാനമായി നടത്തിയ വസിയ്യത്തുകളും സംഭാഷണത്തെക്കുറിച്ചും
2026 ജീവിക്കുന്ന നമ്മളോട് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ കാര്യമെന്ന് സൂറത്ത് ഖുതുബയുടെ ഖുതുബയിൽ ഞാൻ ആമുഖമായി ഉണർത്തിയ ആ വചനം, അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നത്, യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു, നിങ്ങളവിടെ ഹാജരില്ലായിരുന്നു. പക്ഷെ അവിടെ നടന്ന സംഭാഷണം എന്താണെന്നും ചർച്ച എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റബ്ബുൽ ആലമീനായ നാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മരണമാസന്നമായി ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടേണ്ട സമയമായപ്പോ ഹൃദയത്തിന്റെ ഉള്ളിലെ വിഷമത്തോടും പ്രയാസത്തോടും കൂടി ആ പിതാവ് തന്റെ മക്കളോട് അവസാനമായി ചോദിക്കുന്ന ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിൽ നിന്നും കുടുംബനാഥനായ ഉപ്പയെന്ന ഞാൻ മരണപ്പെട്ടു പോയാൽ, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും കുടുംബത്തിന്റെ പലരെയും ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ പിതാവ് ചോദിച്ച ചോദ്യത്തെ കുറിച്ചാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ആരാധിക്കും? അപ്പോൾ ആ മക്കൾ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഉപ്പാക്ക് എന്താ അത്ര സംശയം? ഞങ്ങൾ ആരാധിക്കുന്നത് നഅബുദു ഇലാഹക, ഉപ്പ പഠിപ്പിച്ചു തന്ന ഈ ആകാശഗോളങ്ങളെയും മനുഷ്യരെയും സംവിധാനിച്ച ആ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക ഉപ്പ. എന്നിട്ട് വീണ്ടും ആ മക്കള് പറയുന്നു, ആരാണ് ആ ഇലാഹ്? വൈലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ. ഉപ്പയുടെ പിതാവായ ഇസ്ഹാഖും ഉപ്പയുടെ സഹോദരനായ ഇസ്മാഈലും അവരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആരാധിച്ചിരുന്ന ആരാധ്യൻ ആരാണ്? എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു, ഇലാഹം വാഹിദ. ഉപ്പ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ആരാധിച്ചിരുന്ന ഇലാഹം വാഹിദ, ഏകനായ ഇലാഹിനെയാണ് ഉപ്പ ഞങ്ങൾ ആരാധിക്കുന്നത്. ആരാധനയിലും വിശ്വാസത്തിലും മാത്രമല്ല, വനഹ്നു ലഹു മുസ്ലിമൂൻ. ഉപ്പ ഞങ്ങൾ അല്ലാഹുവിന് കീഴൊതുങ്ങിയവരായി, നോമ്പും നമസ്കാരവും ഹജ്ജും ഒക്കെയായി, നന്മകളിലായി ഞങ്ങൾ മുസ്ലിമീങ്ങളായി കഴിഞ്ഞുകൊള്ളും എന്ന് ആ ഉപ്പയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. എന്തേ ആ മരണസമയത്ത് ആ ഉപ്പ അങ്ങനെ ചോദിക്കാൻ കാരണം സഹോദരങ്ങളെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ പ്രവാചകന്റെ ഹൃദയത്തിൽ രൂഢമൂലമായ തൗഹീദി ബോധം എന്റെ വിയോഗത്തിന് ശേഷം അവരല്ലാഹു അല്ലാത്ത സൃഷ്ടികളിലേക്കോ പടപ്പുകളിലേക്കോ എന്റെ മക്കളോ എന്റെ പേരമക്കളോ എന്റെ കുടുംബമോ പെട്ടുപോയാൽ, നാളെ പരലോകത്ത് എന്റെ മക്കളെ അനശ്വരമായ സ്വർഗത്തിൽ എനിക്ക് കാണാൻ കഴിയില്ല. അവര് നരകത്തിലേക്ക് വീണുപോകുമെന്ന വെപ്രാളമാണ് ആ പ്രായമായ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് അവസാനമായി ഉപദേശിക്കുന്നത്. അഥവാ മക്കളെ, ഒരു 3 തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പാദ്യമൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചു എന്നല്ല,
മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അഥവാ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിലൂടെ 2026-ലും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ റമദാനിലെ നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ നമ്മളിലേക്ക് പ്രാവർത്തികമാകണമെങ്കിൽ തൗഹീദി വിശ്വാസമാണ് നമ്മുടെ അടിത്തറ എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മരണമാസന്നമായ സമയത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള എൻ്റെ ഉമ്മത്തികൾ അവർ ഈ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ വഴിത്താരയിൽ നിന്ന് വീണുപോകുമോ തെറ്റിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ആ പ്രവാചകൻ മരണവെപ്രാളത്തിലും പറഞ്ഞിരുന്നത് ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. കാരണം യക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായ സമയത്തും ആ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ഉപദേശം കൊടുത്തു. എന്നാൽ പിൽക്കാലത്ത് അവർ തൗഹീദിന്റെ വഴിയിൽ നിന്ന് അടർന്നുപോയി. അങ്ങനെ അടർന്നുപോയ ലഅനത്തുല്ലാഹിൽ യഹൂദി വന്നസാറ, ജൂത നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രമാക്കി. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഉമ്മത്തികൾ ഇതുപോലെ തൗഹീദിൽ നിന്ന് നടന്ന് എൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്ന ശിർക്കിലേക്ക് വീണുപോകുമോ എന്ന ഭയപ്പാടോടുകൂടി റസൂലിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിടത്തെ വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി. വസനൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ്. വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, 1-2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളിലേക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിലും നാം പിടിക്കുന്ന റബ്ബിന് വേണ്ടിയിട്ട് നാം അനുഷ്ഠിക്കുന്ന ഈ ഉപവാസവും രാത്രിയിലെ നമസ്കാരവും ദാനധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളൊക്കെയും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനമായ രേഖ തൗഹീദാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകൻ മരണമാസന്നമാകുന്ന സമയത്ത് പോലും മക്കളോട് ചോദിച്ചത് മാ തഅബുദൂന മിൻ ബഅദി. ആ ഒരു ചോദ്യവും ആ ഒരു ഉത്തരവും ഒക്കെ നമുക്ക് പറയാൻ കഴിയണം സഹോദരങ്ങളെ. ഈ ഒരു തൗഹീദാണ് അല്ലാഹുവിന്റെ മസ്ജിദിന്റെ മിമ്പറുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ടത്. ആ തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. ആ തൗഹീദ് അവർക്ക് ജീവിതത്തിലുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളിൽ, ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ആരുമില്ലെങ്കിലും എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു ദൃഢമായ ഒരു ബോധ്യം അവർക്കുണ്ടാകും സഹോദരങ്ങളെ. ആ തൗഹീദാണ് വിശ്വാസത്തിന്റെ അകക്കാമ്പ്. എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ എത്രയോ ലക്ഷക്കണക്കിന് കേരളത്തിലുള്ള ജുമാ മിമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഈ മുസ്ലിം ഉമ്മത്ത് അവരുടെ മഹല്ലുകളിൽ 2000-ഉം 3000-ഉം ജനത ഒരുമിച്ച് കൂടുമ്പോ ജുമാ മിമ്പറിൽ നിന്ന് ഞാൻ വെറും അറബി ഭാഷയിലാണ് ഖുതുബ നടത്തിയാൽ എങ്ങനെയാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞാൻ ചില ആയത്തുകളും ഹദീസുകളും അറബിയിൽ പറഞ്ഞാൽ ആ മിമ്പറിന് കീഴെ ഇരിക്കുന്ന പാമരങ്ങളായ ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? മനസ്സിലാകുന്ന ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പ്രവാചകൻ ഇപ്രകാരമാണ് പറഞ്ഞത്, സ്വഹാബത്ത് ജീവിച്ചത് ഇങ്ങനെയാണ് എന്ന് വഴി കാണിക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് ശരിയായ ദിശാബോധത്തോടുകൂടി ജീവിക്കുന്നത്. മലയാള ഭാഷയിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞ് മാതൃഭാഷയിൽ ഖുതുബ നടത്തുമ്പോഴാണ്
ശരിയായ രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് ശരിയായ രൂപത്തിൽ മാർഗം കാണുന്നത്? എനിക്ക് അന്നം തന്ന, എനിക്ക് വെള്ളം തന്ന, എന്റെ പൊന്നോമനകളെ തന്ന, എന്നെ ദുരന്തങ്ങളിൽ സംരക്ഷിക്കുന്ന എന്റെ റബ്ബിനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഏതു ദുരന്തം വരുമ്പോഴും അല്ലാഹ് എന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഉള്ളറയിൽ നിന്ന് വരണമെങ്കിൽ ആ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ തൗഹീദിന്റെ ബോധവും ബോധനവും ഉണ്ടാകണം സഹോദരങ്ങളെ. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്, ആ തൗഹീദി ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഞാനും എൻ്റെ ഭാര്യയും സ്വർണം കടത്താൻ പാടില്ല, രാജ്യത്തിനെതിരെ നിയമവിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല, തെറ്റായ രൂപത്തിൽ ഞാൻ ധനം സമ്പാദിക്കാൻ പാടില്ല, കൈക്കൂലിയിലൂടെ ഞാൻ ധനം സമ്പാദിക്കാൻ പാടില്ല, പാമരങ്ങളായ മനുഷ്യരെ പറ്റിച്ച് കച്ചവടം നടത്തി എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന ഒരു ചിന്ത അത്തരം ബോധ്യമുള്ള വിശ്വാസികളിൽ ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അല്ലാഹു പഠിപ്പിച്ചത് കുലൂ വശ്റബൂ ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ കുടിക്കുക, എങ്ങനെയുള്ളതായിരിക്കണം? ഹലാലൻ ത്വയ്യിബ, അനുവദനീയമായതായ മാർഗത്തിലൂടെയുള്ള ധനത്തിൽ നിന്നാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ, നമ്മുടെ കുടുംബം പിഴച്ചുപോയാൽ അതിന്റെ കാരണം മക്കൾ മാത്രമല്ല സഹോദരങ്ങളെ. ആ മക്കൾക്ക് അവർക്ക് ആഹാരം കൊടുക്കുന്നത്, അവർക്ക് അന്നം കൊടുക്കുന്നത് തെറ്റായ രൂപത്തിൽ സമ്പാദിച്ച, എങ്ങനെയും പണമുണ്ടാക്കാം, ഏതു രൂപത്തിലും ധനമുണ്ടാക്കാം എന്ന രൂപത്തിൽ അങ്ങനെ ധനമുണ്ടാക്കി ആ ധനത്തിൽ നിന്ന് നമ്മുടെ പൊന്നോമനകൾ ഭക്ഷണം കഴിക്കുമ്പോ, കൽപ്പറ്റയിൽ നമ്മൾ കണ്ടു കുറെ ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളായ 15ഉം 16ഉം വയസ്സുള്ള പൊന്നോമന മക്കൾ, അവർ ക്രൂരമായി അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടി ചുരുട്ട് ഇടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായ യാതൊരു കാരുണ്യത്തിന്റെ ലാഞ്ചനയുമില്ലാതെ സ്വന്തം അനുജന് പ്രായമുള്ളവരെ അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രം വാർത്താ മാധ്യമങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അത് സഹോദര സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ മക്കളല്ല സഹോദരങ്ങളെ. ആരാണ്? അവരിൽ തന്നെ പേര് മുഹമ്മദ് നാഫി എന്ന് പറഞ്ഞാൽ, നാഫി എന്ന പദത്തിന്റെ അർത്ഥം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സമൂഹത്തിനും ഉപകാരമുള്ള ഒരു മകൻ എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ ചുറ്റുഭാഗമുള്ള ഇത്തരം വാർത്തകൾ ഇത്തരണത്തിലേക്കാകുന്നതിന്റെ കാരണം എന്താണ്? മുസ്ലിം ഉമ്മത്ത് വെള്ളിയാഴ്ചകളിൽ അരമണിക്കൂർ 20ഓ 25ഓ മിനിറ്റ് നേരം ഒരു സൃഷ്ടാവ് ഇത് കാണുന്നുണ്ട്, എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, എന്റെ കൈയും എന്റെ നാവും അപരനിലേക്ക് അക്രമം നടത്താൻ പാടില്ല. ആ ജുമുഅ മിമ്പറിൽ നിന്ന് ഇമാം പറഞ്ഞു കൊടുക്കുമ്പോ ആ മുസ്ലിം ഉമ്മത്ത് അത് പഠിക്കും. മനിൽ മുസ്ലിം, ആരാണ് മുസ്ലിം? ആരാണ് യഥാർത്ഥ മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്റെ നാവ് കൊണ്ടും എന്റെ കൈ കൊണ്ടും ഒരു മതവിശ്വാസിയിലും ഒരു അപരനിലും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാത്തവനാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു മുസ്ലിം എന്ന് പഠിപ്പിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഈ പൊന്നോമനകൾ അവര് മദ്രസയിൽ പഠിച്ചവരാണ്, വിശുദ്ധ ഖുർആൻ പഠിച്ചവരാണ്. എന്തേ ഇത്തരം അക്രമങ്ങളിൽ പിടിക്കപ്പെട്ട ഫോട്ടോകളും വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ മക്കൾ ഇപ്രകാരമാകാൻ എന്താണ് കാരണം? വിശ്വാസത്തിന്റെ അടിത്തറയായ തൗഹീദും അതുപോലെ തന്നെ ജുമുഅ മിമ്പറുകളിൽ നിന്ന് മാതൃഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് 20ഓ 25ഓ മിനിറ്റ് പള്ളിയുടെ മിമ്പറിന്റെ കീഴിൽ വന്നിരിക്കുമ്പോ അവർക്കൊരു ആത്മീയ ബോധം കിട്ടുമ്പോ, ആത്മീയ ബോധനം കിട്ടുമ്പോ, എനിക്ക് എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ ഉപ്പ കാണുന്നില്ലെങ്കിലും നിയമപാലകർ കാണുന്നില്ലെങ്കിലും അലം യഅലം ബി അന്നല്ലാഹ യറാ, ആ മക്കളുടെ ഹൃദയങ്ങളിൽ, ആ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയങ്ങളിൽ അല്ലാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ, ആ ഒരു ബോധ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്, ആ വിശുദ്ധ ഖുർആൻ അവരുടെ മാതൃഭാഷയിലൂടെ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഗുണ്ടയായിരുന്ന, തെമ്മാടിയായിരുന്ന, ചന്തയിലെ കവലച്ചട്ടമ്പിയായിരുന്ന
കൊലപാതകങ്ങൾ കൊണ്ട് വീരോതിഹാസം തീർത്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും വിശുദ്ധനായി മാറിയത്, ഏറ്റവും വിനീതനായി മാറിയത്, ഹൃദയം നുറുങ്ങുന്ന രൂപത്തിൽ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഒതുക്കത്തിലും അച്ചടക്കത്തിലും മാറിയത് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തന്റെ ഉമ്മത്തിനെ അവരുടെ ഭാഷയിൽ സംസ്കരിച്ചപ്പോഴാണ്. വിശുദ്ധ ഖുർആനിന്റെ ഉദാഹരണങ്ങളായ ഏറ്റവും വിശുദ്ധരായ അവരുടെ ജീവിതം മാറിയത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോ അദ്ദേഹം ഒരു സമയത്ത് ഒരു വീടിന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഉമ്മ മകളോട് പറയുന്നുണ്ട്, മോളെ നീ പാലിൽ വെള്ളം ചേർക്ക്. ആ സമയത്ത് ആ മോള് പറയുന്നുണ്ട്, ഉമ്മ പാലിൽ വെള്ളം ചേർക്കുന്നത് ഉമർ കണ്ടില്ലെങ്കിലും നിയമപാലകർ കണ്ടില്ലെങ്കിലും CC ക്യാമറകളൊന്നും ഒപ്പിയെടുത്തിട്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധമുള്ള ഒരു മോളെയും മോനെയും ഈ സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയത്, സംസ്കരിച്ചത് വിശുദ്ധ ഖുർആൻ അവരുടെ ഭാഷയിൽ. ഏത് നാട്ടുകാരാണോ അവരുടെ ഭാഷയിൽ അവർക്കത് പറഞ്ഞു കൊടുത്തപ്പോ ഇതെല്ലാം കാണുന്ന ഒരു നാഥനുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായി. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് സമകാലിക സാഹചര്യത്തിൽ വളർന്നു വരുന്ന മക്കൾ ഒരു നാണവും ഒരു എളുപ്പവുമില്ലാതെ എന്ത് വൃത്തികേടിലേക്കും എന്ത് മ്ലേച്ഛതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശഇത. നാണമില്ലെങ്കിൽ മനുഷ്യൻ എന്ത് മ്ലേച്ഛവൃത്തിയും പ്രവർത്തിക്കും, എന്ത് വൃത്തികേടും പ്രവർത്തിക്കും. വീട്ടിലേക്ക് മകള് വന്നപ്പോ ഒരു കൂട്ടുകാരനുമുണ്ട്, ഒരു ബോയ് ഫ്രണ്ടുമുണ്ട്. റൂമിലേക്ക് കയറി കഥ കടച്ചു. ഉപ്പ ഫോണിൽ വിളിച്ചു, മോളെ ആരായത്? ഇതെന്റെ ബോയ് ഫ്രണ്ടാണ്, ഞാനും അയാളുമായി പഠിക്കുകയാണ്. ഉപ്പയെ തടയാൻ, ഉപ്പ ഉപദേശിക്കാൻ പോയാൽ ആ മകൾ ഉൾക്കൊള്ളുന്നില്ല. മകൻ എവിടെ നിന്നെങ്കിലും ഇത്തരണത്തിൽ ഒരു പെൺകുട്ടിയുമായി വരുമ്പോ അതെന്റെ ഗേൾഫ്രണ്ടാണ്. നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് ഇപ്രകാരമുള്ള വ്യഭിചാരങ്ങളും ഹീനകൃത്യങ്ങളും ഒക്കെ എത്തുമ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും, അത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് പിടിക്കപ്പെട്ടപ്പോ ആ മനുഷ്യനെ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ കോടതിയിൽ പറഞ്ഞത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എപ്രകാരം ഏതെല്ലാം രൂപങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുസ്ലിം സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരുടെ വസ്ത്രധാരണം, മതബോധമുള്ള ഇസ്ലാമികമായ വേഷം ധരിച്ച ഉപ്പയും ഉമ്മയുടെയും കൂടെ വരുന്ന മകൾ യാതൊരു രൂപത്തിലും ഇസ്ലാമിക അന്തരീക്ഷമല്ല. ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് അർദ്ധനഗ്നരായി നടക്കുന്ന മകളുടെ കൂടെയാണ് മതബോധമുള്ള ഉപ്പയും ഉമ്മയും നടക്കേണ്ടി വരുന്നത്. എന്താണ് കാരണം സഹോദരങ്ങളെ? അവരുടെ വസ്ത്രവിധാനവും അവരുടെ രൂപവും ഇത്തരണത്തിലേക്ക്, നാണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ശരിയായ ദിശാബോധം നൽകാത്തത് കൊണ്ട്. വിശുദ്ധമായ ഖുർആനിലൂടെ സൂറ മറിയമിലൂടെ മറിയമിന്റെ ചരിത്രത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിന്റെ അടുക്കലേക്ക് ഒരു ദൂതനായി ചെല്ലുമ്പോ ഇത് അല്ലാഹുവിന്റെ ദൂതനാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നറിയാതെ തന്റെ റൂമിലേക്ക് ഒരു അപരിചിതനായ ആള് കടന്നു വന്നപ്പോ മറിയം പറയുന്നത്, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ. ഖാലത്ത് മറിയം പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിന്നിൽ നിന്നും പരമകാരുണ്യകനായ അല്ലാഹുവിലേക്ക് ഞാൻ അഭയം തേടുന്നു. ജീവിത വിശുദ്ധിയുള്ള ഒരു സ്ത്രീയുടെ രൂപം എങ്ങനെയെന്ന് മറിയമിന്റെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇൻകുന്ത തഖിയ, നീ സൂക്ഷ്മതാബോധമുള്ള ആളാണെങ്കിൽ എന്നിൽ നിന്ന് നീ മാറിപ്പോകണം. ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്
പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും അകലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺമക്കൾ, ദീനീബോധമുള്ളവരിൽ പലരും മറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീകൾക്ക് ഹസ്തദാനം കൊടുക്കുന്ന, ആലിംഗനം ചെയ്യുന്ന ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് മറിയമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക. ജിബ്രീൽ അലൈഹിസ്സലാമാണ് തന്റെ മുന്നിലേക്ക് വന്നതെന്നറിയാതെ മറിയം പറയുന്നത്, പരമകാരുണ്യകനായ അല്ലാഹുവിലേക്ക് ഞാൻ അഭയം തേടുന്നു. ഇൻ കുന്ത തഖിയ, നീ തഖിയ സൂക്ഷ്മതാബോധമുള്ള ആളാണെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോകണം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നറിയുകയും എന്നിട്ട് വീണ്ടും ആ മറിയമിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. കാലത്ത് സന്തോഷവാർത്ത, ഒരു സന്താനമുണ്ടാകാൻ പോകുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഒരു ദാനമായ ഒരു സന്താനത്തെ നൽകുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ആ മഹദി പറഞ്ഞത്, കാലത്ത് അവർ പറഞ്ഞു, അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാകുന്നത്? കാരണം വലം യംസസ്നി ബശർ, എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല. വലം അക്കു ബഗിയ, ഞാൻ അങ്ങനെ ഒരു ചീത്ത സ്ത്രീയല്ല, ഞാൻ ബഗിയല്ല, മോശമായ ഒരു സ്ത്രീയല്ല, ഞാൻ ജീവിത വിശുദ്ധിയുള്ള ആളാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ മറിയം തിരിച്ചു മറുപടി പറയുമ്പോൾ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിലെ സ്ത്രീ എന്നാൽ, ഇസ്ലാമിക മൂല്യങ്ങളുള്ള ഒരു പെണ്ണ് എന്നാൽ ഇപ്രകാരം സൂക്ഷ്മതാബോധമുള്ള രൂപത്തിലാണ്. നമ്മുടെ പെൺമക്കൾ വളർന്നു വരുമ്പോൾ, മോളെ നീ പുറത്തു പോകുമ്പോൾ ഇന്ന രൂപത്തിലാണ്, ഭർത്താവിൻ്റെ മുന്നിലാണ് നീ അണിഞ്ഞൊരുങ്ങേണ്ടത്. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇത്തരണത്തിലുള്ള ഒരുക്കങ്ങളോടുകൂടി നമ്മുടെ പെൺമക്കൾ ഈ രൂപാന്തരപ്പെടുമ്പോൾ നാം ഈ പുതിയ കാലത്ത് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. കാരണം അവർ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചാലും അവർ പ്ലസ് ടുവും കോളേജും ഒക്കെ കഴിയുമ്പോൾ അവർ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങുമ്പോൾ അവർ ലിബറലിസത്തിലേക്കും മതനിരാസങ്ങളിലേക്കുമാണ് പോകുന്നത്. കാരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ വിശുദ്ധ ഖുർആനിനെതിരെ കൈ ഉയർത്തുന്ന, വിശുദ്ധമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചയായി വൃത്തികേടുകളിലൂടെ, ആഭാസങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ പഠിച്ചു വളർന്ന് ഒരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടിയോട് വരൻ പറഞ്ഞതാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഹജ്ജൊക്കെ ചെയ്ത് ഇസ്ലാമിക മൂല്യങ്ങളോടുകൂടി ജീവിക്കുന്നയാളാണ്, എനിക്കെങ്ങനെ മതവും വിശ്വാസവും ഒന്നുമില്ല, എനിക്കെങ്ങനെ മതവും വിശ്വാസവും ഒന്നുമില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് രൂപാന്തരപ്പെടാൻ കാരണം എന്താണ് സഹോദരങ്ങളെ? 10ാം ക്ലാസ് വരെ മദ്രസയിൽ ആ കുട്ടി പഠിച്ചാലും വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിക്കുന്നില്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ലോകത്തൊരുപാട് മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമും ഒരു മതമെന്നാണ് നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ പഠിക്കുന്നത്. എന്നാൽ ഇത്തരം തൗഹീദി സ്ഥാപനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പാരത്രിക മോക്ഷത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും ഒരു മകൻ അല്ലെങ്കിൽ മകള് എങ്ങനെയെന്ന് തിരിച്ചറിയുമ്പോഴാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് MBBS-ഉം അതുപോലെ തന്നെ PG-യും എടുക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പോയി. ആ വിദ്യാർത്ഥി രോഗാതുലനായി മരണാസന്നമായ സമയത്ത് ആ വിദ്യാർത്ഥി തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പച്ചി, എനിക്ക് കിട്ടിയ ബിരുദങ്ങളും ബിരുദാനന്തര ട്രോഫികളും ഒക്കെ എടുത്തോണ്ട് വാ. അതൊക്കെ മുന്നിലോട്ട് നിരത്തി വെക്കുമ്പോ നിറകണ്ണുകളോടെ ആ മോൻ ഉപ്പയോട് പറഞ്ഞത്, ഈ ലോകത്ത് ഉപകാരപ്പെടുന്നതാണ് ഉപ്പ, എൻ്റെ ഉപ്പച്ചി പരലോകത്തേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന, അല്ല ഉണ്ട് എന്നെന്നെ പഠിപ്പിക്കുന്ന, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന,
എല്ലാം നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധ്യം ഉപ്പ എന്നെ പഠിപ്പിച്ചില്ലല്ലോ, ഉപ്പ എനിക്ക് തിരിച്ചറിവ് നൽകിയില്ലല്ലോ എന്നാ കുട്ടി സങ്കടപ്പെടുമ്പോ നമ്മുടെ മക്കൾ ലിബറലിസത്തിലേക്കും മതനിരാസത്തിലേക്കും പോകാൻ കാരണം ആ ദീനിന്റെ യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനും മദ്രസാധ്യാപനങ്ങളും ശരിയായ ഉറവിടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ പിഴച്ചു പോവുകയാണ് സഹോദരങ്ങളെ. അത്തരം അവസ്ഥകളിൽ നിന്ന് മാറി അവർക്ക് ശരിയായ ദിശാബോധം നൽകുവാനും അവർക്ക് ഇസ്ലാമിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിനെ കുറിച്ചും പാരത്രിക ലോകത്തെ കുറിച്ചും യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് പോയി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പിന്നീട് ആ വീണുപോയ സ്ഥലത്ത് നിന്നും സൂറത്തുൽ ബഖറ നബിയെ, എൻ്റെ ദാസന്മാർ അവർ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥമാണെന്ന് പറഞ്ഞു. പലപ്പോഴും സമ്പത്തും ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാരും ബന്ധവും ഒക്കെ നമുക്കുണ്ടാകും. നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഒരു രൂപയ്ക്കും വിലയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അകലാൻ തുടങ്ങും. എന്നാൽ റബ്ബുൽ ആലമീനായ നാഥൻ മോശപ്പെടുത്തുന്നത് ആളുകളെ ഒറ്റപ്പെടുത്തിയാലും എന്റെ അടിമകൾ, എന്റെ പടപ്പുകൾ കഴിഞ്ഞ റമദാനിലെ രോഗത്തിലും യാത്രയിലും ആയിരുന്നവർ എത്രയും പെട്ടെന്ന് ആ നോമ്പുകൾ പിടിച്ചിടാനുള്ള അവസരമുണ്ട്. എന്നെ വിളിച്ച് അവരുടെ നീറ്റലോടുകൂടി എന്നോട് പ്രാർത്ഥിച്ചിടണം, ഞാൻ അവർക്ക് ഫർളാണ് മോളെ. ഫർള് എന്താണെന്നും സുന്നത്ത് എന്താണെന്നും ഏത് ദുരന്തങ്ങളുടെ മക്കൾക്ക് അറിയില്ല. നാം അവരെ ബോധ്യപ്പെടുത്തണം. ഈ ലോകത്തു നിന്ന് പക്ഷേ വേർപെടേണ്ട സാഹചര്യം പരിശുദ്ധ ശഅബാൻ മാസം വെന്റിലേറ്ററിലോ അകപ്പെട്ടു പോയാലും അതിന്റെ 15 ചില ആചാരങ്ങൾ അല്ലാഹുവിനോടാണ് പഠിപ്പിക്കാത്തതെങ്കിൽ, ഞാൻ സ്വഹാബത്തിൽ നിന്ന് മാതൃകയില്ലാത്ത ഏത് പ്രതിസന്ധി വിശുദ്ധ ഖുർആനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഗ്രഹീത രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് ആ ഗുഹാമുഖത്ത് ചില വ്യാഖ്യാതാക്കൾ അത് എന്ന് ഭയപ്പെട്ടപ്പോൾ 15 എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കറെ ശഅബാൻ ആചരിക്കുകയും അല്ലാഹു